ഹായ് ഹലോ വെൽക്കം ടു DJ ഫാമിലി. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും മഴ സമയത്ത് ഏതൊരമ്മയ്ക്കും കുഞ്ഞിന് ഏത് ടൈപ്പ് ഡയപ്പർ ഉപയോഗിക്കണം, റീയൂസ് ചെയ്യുന്ന കട്ടി കുറഞ്ഞ ഏതാ ടൈപ്പ് നല്ലത് എന്നൊക്കെയുള്ളത് കൺഫ്യൂഷനായിരിക്കും. അപ്പം ഞാൻ കുഞ്ഞിന് വാങ്ങിയ സൂപ്പർ ബോട്ടം എന്ന് പറയുന്ന കമ്പനിയുടെ റീയൂസബിളായിട്ടുള്ള പാഡഡ് അണ്ടർവെയറിൻ്റെ ഒരു റിവ്യൂ ആണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോസ് ഇനി വരുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന എൻ്റെ ഒരു പോരായ്മയൊക്കെ കാണും, നിങ്ങളത് ക്ഷമിക്കുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് ടൈം അത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഡയപ്പർ നോക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ പാഡഡ് അണ്ടർവെയറും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആമസോണിൽ നിന്ന് പാഡഡ് അണ്ടർവെയറായിട്ട് മേടിച്ച സംഭവം 2 ഉണ്ട്. അതും ഇത് സൂപ്പർ ബോട്ടം എന്ന് പറയുന്ന അതിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അത് തമ്മിൽ ഉള്ളൊരു ഡിഫറൻസ് ഒക്കെ കാണിച്ചത്. സൂപ്പർ ബോട്ടം എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഞാനിന്ന് ആ ഒരു സൈറ്റിൽ നിന്ന് ഞാനിന്ന് ഓർഡർ ചെയ്തതാണ്. അത് അൺബോക്സ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. അതിനകത്ത് നല്ലൊരു പാക്കിംഗ് ആയിരുന്നു. നല്ല സേഫായിട്ട് എല്ലാം നല്ല പ്രൊട്ടക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ഡാമേജും ഇല്ലാതാണ് സംഭവം കൈ കിട്ടിയിരിക്കുന്നത്. അതിനകത്തൊരു ബില്ലും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൊരു ലെറ്റർ പോലുള്ളൊരു സംഭവം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അഡ്രസ്സും ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. GPay വഴിയാണ് ഞാനിത് സാധനം കൈ വന്നപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയാണിത് പേ ചെയ്തത്. ഇതിനകത്തൊരു ലെറ്റർ പാഡ് പോലെ പേരൻസിനായിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഏതൊരമ്മയ്ക്കും നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇതെന്നുള്ള രീതിയിലാണ് അവർ ലെറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് ഈ സൂപ്പർ ബോട്ടത്തിൻ്റെ ഈ ഒരു പാക്കിങ്ങും യാതൊരുവിധ ഡാമേജും ഇല്ലാതെ തന്നെയാണ് നമുക്ക് പാക്കിങ്ങൊക്കെ വന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ആയിപ്പോയത്. അപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ കാണും. അപ്പോൾ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ 3 എണ്ണമുള്ള ഒരു പാക്കറ്റാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതിനൊരു 788 രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇതിൻ്റെ ആമസോണിൽ നിന്ന് നേരത്തെ ഓർഡർ ചെയ്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞിന്. ഇത് ഒരു വെട്ടം കുഞ്ഞ് യൂറിനേറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ മോശം പോകുമ്പോഴോ ഒരു വട്ടം വരെ ഉപയോഗിക്കാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്നാൽ ഒരു 3 വട്ടം മൂത്രം ഒഴിക്കുന്ന വരെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു അണ്ടർവെയർ ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്തൂടെ ലീക്കായിട്ട് യൂറിൻ താഴെ വീഴും, കുഞ്ഞിൻ്റെ ദേഹത്ത് വീഴും. കുഞ്ഞിപ്പോൾ തറയിലിരുന്ന് കളിക്കുവാണെങ്കിൽ യൂറിനകത്തിരുന്ന് കൈയിട്ട് അടിച്ച് കളിക്കാനൊക്കെ സാധ്യത വളരെയേറെയാണ്. കാരണം ഈ ഒരു പ്രായം, എൻ്റെ കുഞ്ഞിനിപ്പോൾ 10 മാസം തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കാര്യങ്ങൾ അറിയത്തില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതിനകത്ത് തന്നെ ആ ഒരു യൂറിൻ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തറയിലോ കുഞ്ഞിൻ്റെ ദേഹത്തോ ഒന്നും പറ്റത്തില്ല. കുഞ്ഞ് യൂറിനകത്ത് കളിക്കുന്ന സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ വാങ്ങിയ ഈ ഒരു പാഡ് അണ്ടർവെയറിൻ്റെ കാല് ഭാഗം കണ്ടോ, തുടയുടെ ഭാഗത്ത് നമ്മൾ നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു ഈ ഒരു ഇലാസ്റ്റിക് പോലെയുള്ളൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ ഈ തുടയിൽ കൂടെ യൂറിൻ താഴെ പോകുന്നു പേടിക്കൊന്നും വേണ്ട. ഇതിനകത്ത് തന്നെ കണ്ടോ സോഫ്റ്റായിട്ടുള്ളൊരു 3 ലെയർ പാഡാണ് ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല സോഫ്റ്റാണ് കുഞ്ഞിത് ഇട്ട് കഴിയുമ്പോൾ കുഞ്ഞിന് നോർമൽ ഒരു അണ്ടർവെയർ യൂസ് ചെയ്തൊരു ഫീൽ തന്നെയാണ് തോന്നുന്നത്. നമുക്കായാലും ഇത് തൊടുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് 2 ദിവസമൊക്കെ എടുക്കും ഉണങ്ങി വരാൻ. അതും യൂറിൻ അല്ലെങ്കിൽ മോഷൻ പറ്റുന്ന ഒരു പോർഷനിലാണ് ഇതിൻ്റെ തിക്ക് ലെയർ ഇവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് കണ്ടാലേ തിരിച്ചറിയാം. ഫ്രണ്ടിൽ കാലിൻ്റെ തുടഭാഗത്ത് കുറച്ചുകൂടെ കയറിയിട്ടായിരിക്കും ആ ഒരു സ്റ്റിച്ചിങ് വന്നേക്കുന്നത്. ഇത് കറക്റ്റ് ഒരു അണ്ടർവെയർ രീതിയിൽ തന്നെ ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കാലിനൊക്കെ നീളം എന്ന് പറഞ്ഞാൽ അത് സൈസ് 1 ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. ആദ്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഏത് സൈസ് വേണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1 ഇയർ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയതിനേക്കാളും ഈ സൂപ്പർ ബോട്ടത്തിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയത് ഞാൻ സൈസ് 2 ആണ് വാങ്ങിയത്. അത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കൂടെ പറ്റുന്നതാണ്. ഒരു സൈസ് കൂടുതൽ വാങ്ങുമെങ്കിൽ കുറച്ച് ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് കിടക്കത്തില്ല കുഞ്ഞിന്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ആമസോണിൽ നിന്ന് വാങ്ങിയത്
കുഞ്ഞിനെ ഇട്ടിട്ടുണ്ട്. അതോടെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെയും മറ്റേ ഇന്ന് ഞാൻ പാക്കിങ് ഓപ്പൺ ചെയ്ത ആ ഒരു പാഡ് അണ്ടർവെയർ ഞാൻ ഇതുവരെ കുഞ്ഞിന് ഇട്ടിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആമസോണിൽ നിന്ന് വാങ്ങിയത് സൈസ് 1 ആദ്യമായിട്ട് വാങ്ങിയപ്പം ഇത് കറക്റ്റ് ഫിറ്റായിട്ടാണ് കുഞ്ഞിന് കാണുന്നത്. അപ്പം മറ്റേതാകുമ്പം സൈസ് 2 ആണ് ഞാൻ വാങ്ങിയത് ഇന്ന് വന്നത്. സൂപ്പർ ബോട്ടം സൈറ്റിൽ നിന്ന് വാങ്ങിയത് അതിൻ്റെ കാലുകൾ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാലിൻ്റെ ഭാഗം വരുന്നത്, തുടഭാഗം വരുന്നത് കണ്ടോ. ഇതിനാണെങ്കിൽ കുറച്ചുകൂടെ നോർമൽ നമ്മുടെ അണ്ടർവെയറിൻ്റെ ഒരു സ്റ്റിച്ചിങ് പോലെ തോന്നുന്നത്. മറ്റേതാകുമ്പോൾ കുഞ്ഞിൻ്റെ ഇപ്പം മോഷനോ യൂറിനോ ഒന്നും ഒട്ടും ലീക്കാവാത്ത പോലെ തന്നെയാണ്. മറ്റേതും ലീക്കാവത്തില്ല. പക്ഷെ ഞാൻ ഈ സൂപ്പർ ബോട്ടത്തിൽ നിന്ന് വാങ്ങിയത് ഇതുവരെ കുഞ്ഞിന് യൂസ് ചെയ്തില്ല. ഇനി യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ മഴ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റ് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ റാഷസ് ഒന്നും വരാതിരിക്കാനും എപ്പോഴും മറ്റേ ഡയപ്പർ ആകുമ്പോൾ കുറച്ചുകൂടെ കുഞ്ഞിന് അവിടെ റാഷസൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ടൈപ്പ് റീയൂസബിൾ ആയിട്ടുള്ള പാഡഡ് അണ്ടർവെയർ ഉപയോഗിക്കാമെങ്കിൽ നോർമൽ അണ്ടർവെയർ യൂസ് ചെയ്യുന്ന കൂട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും. കുഞ്ഞിന് ഒരുപാട് വെയിറ്റും കാണത്തില്ല. മറ്റ് ക്ലോത്തിൻ്റെ ഡയപ്പർ എന്ന് പറയുമ്പോൾ അത് ബട്ടൺസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റും. പക്ഷേ എങ്കിലും അത് ഭയങ്കര വലുപ്പം പോലെ കുഞ്ഞ് ഓവർ വെയിറ്റ് കൊണ്ട് നടക്കുന്ന കൂട്ട് നമുക്ക് തോന്നും. ഇതാകുമ്പോൾ നോർമൽ ഒരു അണ്ടർവെയർ യൂസ് ചെയ്ത കൂട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ നമുക്ക്. ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഡയപ്പറിന് 499 രൂപയായിരുന്നു. ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. എന്നാൽ സൂപ്പർ ബോട്ടത്തിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയതിന് ഒരു 730 സംതിങ് 730 സംതിങ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഷിപ്പിംഗ് കൂടെ വന്നപ്പം മൊത്തം ഒരു 788 രൂപയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് 3 എണ്ണത്തിന്. കുറേ എണ്ണമുള്ളൊരു 9 എണ്ണത്തിൻ്റെ പാക്കും 12 എണ്ണത്തിൻ്റെ പാക്കും ഒക്കെ ഉണ്ട്. അത് വാങ്ങുവാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കഴുകി യൂസ് ചെയ്യുകയും ചെയ്യാം. ഉണങ്ങി കിട്ടുന്നവരെ മാറി ഉപയോഗിക്കാനും എണ്ണ ആവും. അതൊരു 2000 സംതിങ് അടുപ്പിച്ച് റേറ്റ് വരും. ഇതിന് ഉൾഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു 3 ലെയർ പാഡഡ് ആയിട്ടുള്ള സംഭവമാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിയതിനേക്കാളും സൂപ്പർ ബോട്ടത്തിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. രണ്ടും സെയിം കമ്പനി തന്നെയാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയത് സൂപ്പർ ബോട്ടം തന്നെയാണ്. ഇതിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയത് ഇങ്ങനെ തന്നെയാണ്. കുഞ്ഞിന് ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവൾക്ക് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. നോർമൽ അണ്ടർവെയർ യൂസ് ചെയ്യുന്നൊരു ഫീല് തന്നെ ഉള്ളൂ കുഞ്ഞിന്. ഇത് ഞാൻ പറയുന്നത് മറ്റ് റീയൂസബിൾ അല്ലാത്ത ഡയപ്പർ യൂസ് ചെയ്യുന്ന ഏതമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സഹായകരമായിട്ടുള്ളൊരു ഡയപ്പർ തന്നെയാണിത്. നമ്മൾ ഏതൊരു സീസണിലായാലും ഏതൊരു കാലാവസ്ഥയിലായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാഡഡ് അണ്ടർവെയർ തന്നെയാണിത്. മറ്റേ റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പറൊക്കെ നമുക്ക് നൈറ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ട് ഡേ ടൈമൊക്കെ നമുക്ക് ഈ ടൈപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് കുഞ്ഞുങ്ങൾക്കും വളരെ സുഖപ്രദമായിരിക്കും. നമുക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വാഷബിൾ ആയിട്ടുള്ള കാര്യമാണ്. നോർമൽ വാഷൊക്കെ തന്നെ ധാരാളമാണ്. വേണമെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകാം. പിന്നെ കുഞ്ഞുങ്ങൾക്കും ഇത് വളരെ കംഫർട്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. യൂസ് ചെയ്തിട്ട് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ആദ്യത്തെ വീഡിയോ ആയി ഇതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നെക്സ്റ്റ് ടൈം ഓരോ വട്ടവും ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിനെപ്പറ്റി അറിയാവുന്ന പേരൻസൊക്കെ കാണും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകരിക്കപ്പെടും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പിംഗ് ആവട്ടെ ഇതിനെ പറ്റിയിട്ട് അറിയുന്നതും. മറ്റ് ഡയപ്പർ വാങ്ങി പൈസ കളയുന്ന സമയം കൊണ്ട് ഇത് കുറേ വർഷം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.